ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതായത് തിങ്കളാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് നേരമൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ഉഷ്ണിച്ചിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ തപ്പി തിളഞ്ഞ് നിന്നപ്പോഴേക്കും കറണ്ട് വന്നു. അപ്പോൾ പിന്നെ വാതിൽ തുറന്നിട്ട് നമ്മുടെ തേനീച്ച ലൈറ്റ് കണ്ട് വന്നിട്ട് ഒരു കൊത്തും കിട്ടിയിട്ട് എനിക്ക് അതങ്ങനെ താഴത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കാലുമ്മ ചവിട്ടി വഴി എന്താ പറയുക, തീ പൊള്ളിയ പോലെയായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് തേനീച്ച. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് നേരമൊക്കെ വേദന എടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ ജോലികളൊക്കെ തുടർന്നു കേട്ടോ. കാലും ഇത്തിരി വീർമയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ശരിയായി. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചായ വയ്ക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് വലിയൊരു റെസിപ്പികളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു ദിവസം വല്ലാണ്ട് ഇന്നലെ ഇപ്പോൾ നന്നായിട്ട് ഹെവി ആയിട്ടൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ ഇന്ന് ഇത്തിരിയൊക്കെ പതുക്കിയും ഇത്തിരിയൊക്കെ ജോലികൾ കുറച്ചും ഭാരം കുറച്ചും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെയാണ്. എന്നും ഹെവി ഫുഡ് അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല. കൂട്ടുകാർക്ക് അറിയുന്നില്ലേ, ഇന്ന് എൻ്റെ വീഡിയോ വരുന്നല്ലേ. അപ്പോൾ അത് രാവിലെ തന്നെ ചോറ് തലേദിവസം ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പിന്നെയും വെച്ചെണ്ണയൊക്കെ പോവും. അപ്പം ഞാനത് തിളപ്പിച്ച് ഊറ്റാമെന്ന് വെച്ചു. കളയാനായിട്ട് മനസ്സ് വരണില്ല. അപ്പോൾ പിന്നെ ആ ചോറ് കഴുകി അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്തിരി ചോറ് പോരായി ഉണ്ടാവും, പക്ഷെ ചോറ് വെച്ചാലിട്ട് ശരിയാവില്ല. അപ്പോൾ നമ്മുടെ മുഴുവനായിട്ടുള്ള ഗോതമ്പുണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന്, അത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് പൊടിച്ചെടുത്തു. എന്നിട്ട് ആ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സാധാ ഉപ്മാവ് ഉണ്ടാക്കണ പോലെ എല്ലാ സാധനങ്ങളും ഇടാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ക്യാരറ്റ് സവോള അങ്ങനെ എല്ലാതും ഇട്ട് കൊടുക്കുക കേട്ടോ. വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇടാം കേട്ടോ. അതൊക്കെ നമ്മുടെ സാധാരണ ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നും ഇതിനില്ല. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇത്തിരി അധികം ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്മാവിന്, ഈ ഗോതമ്പ് ഉപ്മാവിന് പ്രത്യേകിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഗോതമ്പ് ഇങ്ങനെ പൊടിക്കുമ്പോൾ ഭയങ്കര പൊടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഇട്ട് കുറച്ച് നേരം ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ആവും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. വെച്ചാൽ എല്ലാതും ഒരേപോലെ പൊടിഞ്ഞൊന്നും വരില്ല. ചിലതൊക്കെ ഇത്തിരി വലുതായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഇതാ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അതിൻ്റെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇതേ കുക്കർ ഇതേപോലെ അടച്ച് വെച്ച് ഒറ്റ വീസിൽ വരുത്താം കേട്ടോ. തലേദിവസത്തെ ചിക്കൻ ഉണ്ട്. പിന്നെ ഞാൻ പകരം ഒരു രസമാണ് വെച്ചത്. രസത്തിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാരണം അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ. അത് ആ ഒരു വിസിലടിച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുൾ എയർ കളഞ്ഞിട്ട് തുറക്കാണ് ഉണ്ടായത് കേട്ടോ. ഫുൾ എയർ പോണ വരെ നിന്നുണ്ടെങ്കിൽ അത് പായസമാവും. അപ്പോൾ അങ്ങനെ നിൽക്കാൻ പാടില്ല. ഇതാ നല്ല കറക്റ്റാണ് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നാളികേരം ചെറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കാസറോളിലേക്ക് ഇട്ടിട്ടാണ് ചെയ്തത്. ഈ സമയത്ത് തന്നെ ഇടണമെങ്കിൽ ഇടാം. നല്ല ചൂടിൽ നാളികേരം ഒന്ന് വേവുകയും കൂടിയും ചെയ്യും കേട്ടോ. പിന്നെ വേഗം കാസറോളിലേക്ക് പകർത്തി വെച്ചു. അപ്പോൾ പിള്ളേർക്ക് പലഹാരമായി. പിള്ളേർക്ക് വെച്ചാൽ ശ്രീകുട്ടന് അത്ര വലിയ ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ശ്രീകുട്ടന് പോകുമ്പോൾ ചിക്കൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവന് 2 മുട്ട എടുത്ത് ഒരു ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിറയെ ചൂന്നിമുളക് ഇട്ട്, നമ്മുടെ ചൂന്നിമുളക് എന്ന് വെച്ചാൽ കാന്താരി ഇട്ടാ, കാന്താരി മുളകും സവോളയും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റല്ല, വലിയ പണിയുമില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ കുഞ്ഞ് ചീനച്ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അതാണ് ഈ ചീനച്ചട്ടി കൂടുതൽ ഞാൻ എടുക്കണതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അത്ര കനമൊന്നുമില്ലല്ലോ, ചട്ടി വേഗം ചൂടാവും ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കരിയാണ്ടൊക്കെ എടുക്കാം കേട്ടോ. ഇവർക്ക് ഇത്തിരി മൊരിഞ്ഞതൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ചോറിൽ മുട്ട വെച്ചു. പിന്നെ ഒരു പാത്രത്തിൽ രസം കൂടി വെച്ചു കേട്ടോ. അത്രയും കൊണ്ടുപോയുള്ളൂ. പിന്നെ നമ്മുടെ ഗോതമ്പിലേക്ക് ഞാൻ കുറച്ചും കൂടി നാളികേരം ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അവിടെ വെച്ചു. ഞാനും ചേട്ടനും ആദ്യത്തിനും കഴിച്ചു. ശ്രീകുട്ടനെ ചോറ് മതി എന്ന് പറഞ്ഞാൽ അവൻ ചോറും രസമൊക്കെ കൂട്ടി 2 ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ ചേട്ടന് ചോറ് പകർത്തി കൊടുത്തിട്ട് ചേട്ടനൊക്കെ പാത്രത്തിൽ പാർത്തണം കേട്ടോ. ചേട്ടൻ അപ്പോൾ ചിക്കൻ മതി എന്ന് പറഞ്ഞു, മുട്ട വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പാത്രത്തിൽ 3-4 പീസ് ചിക്കൻ ഇട്ട് പിന്നെ രസം, പിന്നെ നെല്ലിക്കച്ചാറിൻ്റെ കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ചേട്ടൻ അച്ചാർ ഭയങ്കര നിർബന്ധമാണ്. കുറേശ്ശെ പ്രഷറുണ്ട്, കുറച്ചുള്ളൂ എന്നാലും പ്രഷറുണ്ട് ഇവർക്ക്. അച്ഛനൊന്നുമില്ല, അമ്മയ്ക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയ പ്രഷർ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു മക്കൾക്ക് 3 ആൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം അത് ശ്രദ്ധിക്കാൻ തന്നെ വേണം. ചേട്ടൻ അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ല. പിന്നെ അത്ര അളവിലില്ല, അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണമല്ലോ, അത്രയേ വേണ്ടോ. അത് ആദ്യം ഇറങ്ങി ചെരുപ്പ് കേടായി എന്ന് പറഞ്ഞിട്ട് നല്ല ചെരുപ്പ് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും കയറി. അപ്പം ഞാൻ പറഞ്ഞത് ആ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഉണ്ടാവില്ല, വേഗം കേടായി പോകുന്നു പറഞ്ഞു. അപ്പോൾ അതല്ലേ എന്നാൽ വേണ്ടാന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഫോൺ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് വീണ്ടും കയറിയിട്ടാ. ഫോൺ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കയറി. പോക്കറ്റിലുണ്ടല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും പോയി. ഒരു വെപ്രാളം പോണ നേരത്ത് കിട്ടാം. അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണിക്കും. പിന്നെ ഞാൻ വീണ്ടും പച്ചമുളക് പൊട്ടിക്കാൻ വന്നതാണ്. എനിക്ക് മുട്ട ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ അതിലേക്ക് നമ്മുടെ കാന്താരി പൊടിച്ചത് ഇല്ല കേട്ടോ. പിന്നെ സൺഡേയിൽ നന്നായിട്ട് ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഞാൻ ഇത്തിരി ഒന്ന് റിലാക്സ് ചെയ്യും കേട്ടോ.
അങ്ങനെയാണ് കൂടുതലും ചെയ്യുക. പാചകവും ഒക്കെ ഞായറാഴ്ച നന്നായിട്ട് ചെയ്യണ്ടല്ലേ. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഇത്തിരി റിലാക്സ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ ഭയങ്കര തലവേദനയും ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അത് കാരണം ഞാൻ വല്ലാണ്ടുള്ളൊരു പണി തിങ്കളാഴ്ച രാവിലെ ഞാൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ എഡിറ്റിങ് ഭയങ്കര കൂടുതൽ ചെയ്യുന്നതാണല്ലോ സൺഡേയിൽ. പച്ചമുളക് പൊടിച്ചുകൊണ്ട് നല്ല കാറ്റ് കേട്ടാ. ശരിക്കും പറയാൻ വെച്ചാൽ പുറത്ത് നമുക്ക് അങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ തോന്നും, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. നമ്മുടെ ചെമ്പരത്തിപ്പൂ നിറയെ ഉണ്ടായി നിൽക്കുന്നു കേട്ടോ, നിറയെ വിരിഞ്ഞു തുടങ്ങി. പിന്നെ അങ്ങനെ ജോലിക്ക് പോയി, നമ്മുടെ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം. പിന്നെ അവിടെ നിന്ന് ഞാനൊന്നും പിടിച്ചുകൊണ്ടില്ല. പിന്നെ ഞാൻ തിരിച്ചു പോന്നു. ശക്തന്തപുരം ബസ് സ്റ്റാൻഡാണ് കേട്ടോ അത് കഴിഞ്ഞതാണ് നമ്മുടെ വീട്ടിലെത്തി. വൈകുന്നേരം വലിയ ഉണ്ടാക്കാനൊന്നും ഒരു പ്ലാനില്ല. അപ്പോൾ ഇന്ന് റെസിപ്പി ഇത്തിരി കുറവാണ് ഷെയർ ചെയ്തത്. അപ്പോൾ എന്നും അങ്ങനെ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ആ ഉപ്മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. ആദ്യത്തിനോട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തിന് ഇന്ന് എക്സാം ഇല്ലാത്ത ദിവസമായിരുന്നു. ശവം മറന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ചൂടാക്കി, ഇനി അത് കേടായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അത് കാസറോളിലേക്ക് തന്നെ വീണ്ടും പകർത്തി വെച്ചു. ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറ് എന്തായാലും വെക്കണം. അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് കുക്കറിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ ചോറ്. അതിന് വേണ്ടിയിട്ടാണ്. ശ്രീകുട്ടനാച്ചാൽ ചോറിനോട് ഒരു പ്രത്യേക ഇഷ്ടം. എൻ്റെ കുറച്ച് സ്വഭാവം കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ്, പലഹാരത്തിനോട് അത്ര ഇഷ്ടമില്ല, ചോറിനോടാണ് ഇഷ്ടം. പക്ഷെ അത് പൊട്ട ശീലമാണ് കേട്ടോ. ചോറ് അധികം കഴിക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല. പരമാവധി കുറച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ വേഗം കുറച്ച് അരി എടുത്ത് കണ്ടിട്ട് കഴുകി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. റേഷൻ്റെ അരി തന്നെയാണ്, പക്ഷേ ഇതിന് നല്ല വേവാണ് കേട്ടോ. കുത്തരിയാണ്, പക്ഷേ നല്ല വേവുണ്ട്. അത് കാരണം നമുക്ക് എന്തായാലും കുക്കറിൽ വെക്കാണ്ട് നിർത്തുന്നില്ല. തിളപ്പിച്ചെടുത്താലൊന്നും പോരാ കേട്ടോ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി വേഗം ആ വെള്ളം തിളയ്ക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോഴേക്കും വേഗം ആ ഉപ്പുമാവ് കാസറോളിലേക്ക് പകർത്തി അത് മൂടി വെച്ചു കേട്ടോ. അത് ഒതുങ്ങിയിരുന്ന അത്രയായല്ലോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുത്തു. പിന്നെ തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയും തിളച്ച വെള്ളം ഒഴിച്ചാൽ പോരാ. ഇത്രയും ഒഴിച്ചിട്ട് ഒരു വിസിലിങ്ങനെ വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിടും. അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വേണം കേട്ടോ. എന്നാലാണ് വെച്ചാൽ അത്രയും വിസിലല്ലേ വരുന്നുള്ളൂ. 2-3 വിസിലൊന്നും അടുപ്പിക്കണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് വാർത്തെടുക്കുക. അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവുമല്ലോ കുക്കറിലത്തെ ചോറ്, അങ്ങനെയാണല്ലോ പ്രത്യേകത. അപ്പോൾ രാവിലത്തെ രസം ഇരിപ്പുണ്ട്, എന്നാലും ഒരു ഉണക്കമീൻ വേണം. മുട്ട കാലത്തൊക്കെ കഴിച്ച കാരണം ഇനി മുട്ടയമ്മയ്ക്ക് വലിയ നോട്ടമില്ല. ഒന്നിലെ തക്കാളി വാട്ടി മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉണക്കമീൻ മീൻ വറുക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ തട്ടിക്കൂട്ടൊക്കെ ചെയ്യുക. ഇന്നലത്തെ മീൻ കറി അവിടെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് ചൂടാക്കി വെച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, വറ്റിയൊരു പരുവായിട്ടാണ്. അത് കാരണം കൊണ്ട് പിന്നെ രസം ഒന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നെ ചോറ് അവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പിന്നെ നമ്മുടെ ഉണക്കമീൻ എടുത്തിട്ട് മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട്, അപ്പോൾ രസം ഉണക്കമീൻ വറുത്തതും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിക്കാറുണ്ടാവും കൂട്ടുകാർ, എന്നാലും കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കിയോളൂ. പരിപ്പ് കൂത്തിയാച്ച് ഉണക്കമീനും പോലെ തന്നെ ടേസ്റ്റാണ് ഈ രസം. നമ്മുടെ ആനന്ദപുരത്ത് അങ്ങനെ വെക്കാറില്ല കേട്ടോ. ആനന്ദപുരത്ത് അമ്മ ഒരു പുളിങ്കറി ഉണ്ടല്ലോ, നമ്മുടെ പാലക്കാടൻ പുളിങ്കറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു. അത് എൻ്റെ അമ്മയുടെ റെസിപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴാണ് ആലോചിച്ച് ഇങ്ങനെ റെസിപ്പി ആൾക്കാർക്ക് അറിയാമല്ലേ. ഞാൻ വിചാരിച്ചു അമ്മ ഉടായ്പ് കാണിക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു കറി ഉണ്ടെന്നൊക്കെ അറിയാം. അതിലിത്തിരി പുളി രസം നമ്മുടെ രസത്തിനെ പോലെ തന്നെ, പക്ഷേ എരിവും പുളിയൊക്കെ നല്ല കൂടുതലാണ് അതിൽ രസത്തിനേക്കാളും. രസത്തിനൊക്കെ ഒരു മീഡിയം ലെവലല്ലേ നിൽക്കുക, അതിൽ നല്ല പുളിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പുളിങ്കറി എന്ന് പറയുന്നത് അങ്ങനെയാണ് അമ്മ ഉണ്ടാക്കാറ്. പിന്നെ വെള്ളം ആ കലത്തിൽ ഇത്തിരി കുറവുണ്ട്, അത് വെള്ളം കുടിക്കാൻ അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഞാൻ അതിൽ വീണ്ടും വെള്ളം കൊണ്ടുവച്ചു. പിന്നെ പാത്രം കഴുകേണ്ട, അതും കൂടി കഴിഞ്ഞ പണികൾ അങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ കുളിക്കാനായിട്ട് പോകാനായിട്ട് നിന്നില്ല, അതങ്ങോട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡും അത് കഴിഞ്ഞിട്ട് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. വരുമ്പോൾ എന്തായാലും ഒത്തിരി ഫുഡൊക്കെ ഞാൻ കഴിക്കാറുണ്ട്, ഇന്ന് അതിനൊന്നും നിന്നില്ല. വേഗം കഴിച്ച് വേഗം എഡിറ്റിങ് കഴിച്ച് ഒരു 10-10:30 ആകുമ്പോഴേക്കും കിടന്നുറങ്ങാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ. അല്ലെങ്കിൽ 11 മണി 12 മണിയൊക്കെ ആവും ചിലപ്പം. പിന്നെ ഇന്നലത്തെ തുണികളൊന്നും ഉണങ്ങാണ്ട് ഞാനൊക്കെ കോണിമിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം മടക്കി വയ്ക്കാൻ വെച്ചു. പിള്ളേരുടെ തുണി മുകളിലാണ് ഇട്ടിട്ടിരിക്കണത്. അത് മടക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ അവർ മടക്കിക്കോളാമെന്ന് പറയും. പറയിൽ തന്നെ ഉണ്ടാവുള്ളൂ, ചിലപ്പോഴൊന്നും മടക്കലൊന്നും ഉണ്ടാവില്ല. എന്നാലും പിന്നെ ഞാൻ പണിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ അവിടെ ഇരുന്നോന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിങ്ങോട്ട് ശ്രീകുട്ടൻ പോയി. പിന്നെ ഞാൻ ഈ തുണികളൊക്കെ എടുത്തുകൊണ്ട് ആദ്യം റൂമിലിട്ടു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡൊന്ന് കഴിച്ചിട്ട് തുണി മടക്കാമെന്ന് വിചാരിച്ച് തിരിച്ചിങ്ങോട്ട് പോന്നു. കട്ടിലും കൊണ്ട് ഇട്ടു കേട്ടോ. നമ്മുടെ ആദിത്യൻ കട്ടിലുമിരുന്ന് പഠിച്ചിട്ട് എന്താ പറയുക, പേനേരെ മഷിയൊക്കെ നമ്മുടെ റോസ് വിരിയുമായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വിരിയല്ലായിരുന്നു, കുറേശ്ശായിട്ടുള്ള, എന്നാലും അത്യാവശ്യം അറിയുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ വീണ്ടും വന്നു. അങ്ങനെ ചോറായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ഉപ്പുമാവും കുറച്ച് മീൻകറി ഉണക്കമീൻ വറുത്തൊക്കെ കൂട്ടി ആരെങ്കിലും ഉപ്പുമാവ് കഴിക്കുമോ എനിക്കറിയില്ല.
പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് കഴിച്ചിട്ടാ. എനിക്ക് വായിക്കൊരു രുചിയില്ലാത്ത പോലെ തോന്നി. അപ്പം ഞാനൊരു ഉണക്കമീൻ വറുത്തൊക്കെ അവിടെ സൈഡിൽ കൊണ്ടുവച്ചു. പിന്നെ ഉണക്കമീൻ വറുത്തൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പിന്നെ പ്രഷർ ഇത്തിരി കുറവാണ്, അത് കാരണം അത് കഴിച്ചുകൊണ്ടൊന്നും അത്ര വലിയ കുഴപ്പമില്ല. എത്ര ഉപ്പ് കഴിച്ചാലും എനിക്ക് പ്രഷർ കൂടില്ല, കുറവായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേയൊന്നും എടുത്തില്ല, ഒരിത്തിരി വിശപ്പിന് മാത്രം എടുത്തിട്ട് പിന്നെ ഇനി എഡിറ്റ് ചെയ്യാനും കുളിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വിശപ്പിന് മാത്രം കഴിച്ചത് കേട്ടോ. പിള്ളേർ വരുമ്പോൾ ചോറ് ഊറ്റി വയ്ക്കാം, അപ്പോഴേക്കും വെന്തോട്ടെ എന്ന് വിചാരിച്ചു നന്നായിട്ട്. പിന്നെ അതാ തുണികൾ മടക്കി വയ്ക്കാൻ വന്നു കേട്ടോ. നോക്കിയപ്പോൾ ചേട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ വേറെ മടക്കി വേറെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടുതലും എൻ്റെ ചുരിദാറുകൾ തന്നെയാണ്, അല്ലാണ്ട് ഇപ്പോൾ പിള്ളേരുടെയൊക്കെ മുകളിലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അത്ര വലിയ വിശേഷങ്ങളൊന്നും ഇല്ല, പ്രത്യേക റെസിപ്പികളോ അതിനൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്ന്. ഞാൻ റിലാക്സ് ചെയ്യണ ദിവസത്തെ ഒരു വീഡിയോ കേട്ടോ. സമാധാനമായിട്ട് ജോലി ചെയ്യുന്ന ദിവസങ്ങളും നമുക്ക് വേണ്ടേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും. അപ്പോൾ ഓക്കെ.